എന്നോടൊപ്പം ഉള്ളത് is the script writer, actor, director, Renji Panikkar. Hello sir and welcome to the show. Thank you. Sir ഒരു ജിം റൂട്ടീൻ എല്ലാം ഫോളോ ചെയ്യുന്ന So ആളാണ്. you plan to embarrass me right from the start? Yeah, why not? എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ I feel a lot of people don't follow actually a great fitness routine. So I think I have ഞങ്ങൾ ന്യൂ ജനറേഷൻ ആളുകളെല്ലാം വളരെ Oh. Good. No, it's quite encouraging to see nowadays ഇപ്പോൾ ആളുകൾ കുറെ കൂടെ ഇത്തരം കാര്യങ്ങളിൽ എനിക്കൊന്ന് കോൺഷ്യസ് ആണ്. ആളുകൾ അപ്പിയറൻസിൽ കോൺഷ്യസ് ആയി വരുന്നു. സോ ഇറ്റ് വിൽ ക്യാച്ച് അപ്പ്. ഞാൻ എൻ്റെ ഒരു ക്യാമ്പസ് കാലം മുതൽ വെരി കീൻ ഓൺ കീപ്പിംഗ് മൈ സെൽഫ് ഇൻ ഷേപ്പ് അറ്റ് ലീസ്റ്റ്. ഡ്യൂറിങ് മൈ ക്യാമ്പസ് ഡേയ്സ് ഐ വാസ് ഇൻ ടു വെയിറ്റ് ലിഫ്റ്റിംഗ്. ദാറ്റ് പാഷൻ സ്റ്റിൽ So I think we've continues. Discovered a new side of Renji Panikkar sir, weightlifting. Good. ഏറ്റവും ഫോണ്ടസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ഷാജി കൈലാസ് സാറിൻ്റെ ഒപ്പം ഒരുപാട് വർക്ക് ചെയ്ത ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ബട്ട് യുവർ മോസ്റ്റ് ഫോണ്ടസ്റ്റ് മെമ്മറി? That time Shaji was working as an associate director. രാജീവ് അഞ്ചലിൻ്റെ മറ്റൊരു സിനിമയുടെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് ഷാജിയും ഞാനും തമ്മിൽ സംസാരിച്ചു. ആക്ച്വലി ഷാജി വാസ് into that, like promoting the movie and all that, because അങ്ങനെ ഒരു ടീം വർക്ക് ആയിരുന്നു അവരുടെ. അപ്പോൾ അന്നാണ് ഷാജി ഇതിൻ്റെ സ്റ്റിൽസൊക്കെ ആയിട്ട് ഞാനന്ന് മാതൃഭൂമിയിൽ ഫിലിം മാഗസിൻ്റെ കറസ്പോണ്ടൻ്റാണ്. ചിത്രഭൂമി ഉണ്ടായിരുന്നു. ചിത്രഭൂമി ഗൃഹലക്ഷ്മിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഷാജി എന്നെ കാണാൻ വന്നു. ഞാനന്ന് ട്രിവാൻഡ്രത്താണുള്ളത്. ഈ ഫോട്ടോഗ്രാഫ്സൊക്കെ തന്നു. ഇതിനെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നു ഈ സിനിമയെക്കുറിച്ച്. അങ്ങനെയാണ് ഞാനും ഷാജിയും തമ്മിൽ പരിചയപ്പെടുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു കഥ പറയാനായിട്ട് ഷാജിയെ പോയി കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ്, എൻ്റെ കഥയല്ല. ഞാൻ അങ്ങനെ കഥയൊന്നും ആലോചിച്ചിട്ടില്ലാത്ത കാലം. അങ്ങനെ ആ കഥ പറയാനായിട്ട് ഞാനുണ്ട്, മമ്മൂട്ടിയുടെ ബ്രദർ ഇബ്രാഹിം കുട്ടിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരോട് ട്രിവാൻഡ്രത്ത് പോയി ഷാജിയെ കണ്ടു, കഥ പറഞ്ഞ് കേൾപ്പിച്ചു. അതൊരു സിനിമയാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അന്നത് എഴുതാൻ വേറൊരാളെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോർ മീ പിന്നീട് ആ ആളിനെ മാറിയിട്ട് ആ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഷാജി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു സ്ക്രീൻ പ്ലേ എഴുതാനുള്ളൊരു മുൻപരിചയമില്ല, ധൈര്യമില്ല. പക്ഷേ ഒരു സിനിമ മോഹം തീർച്ചയായിട്ടും ഉള്ളിലുണ്ട്. ഐ വാണ്ടഡ് ടു ബി എ റൈറ്റർ. അതെനിക്ക് അങ്ങനെ ഒരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. സോ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഞാനും ഷാജിയും തമ്മിലുള്ള ഏറ്റവും എൻ്റെ മനസ്സിലെ ഏറ്റവും ഡീപ്പായിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് എന്നെ ആദ്യമായിട്ട് ഒരു സിനിമ എഴുതാൻ ക്ഷണിച്ച സംവിധായകനാണ്. ഞാനും ഷാജിയും ഒരുമിച്ചാണ് ഞങ്ങളുടെ ഒരു കരിയർ. പിന്നീട് ഒരുപാട് സിനിമകൾ, അതിൽ പലതും സൂപ്പർ ഹിറ്റുകൾ. അങ്ങനെ ഒരു ട്രാക്കിൻ്റെ തുടക്കം ഞാനും ഷാജിയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയും പിന്നീടുണ്ടായ ഈ ഡെവലപ്മെൻറ്റ്സുമാണ്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ക്ലാസ്മേറ്റ് എല്ലാ ഞായറാഴ്ചയും കമ്മീഷണർ കാണുന്ന ക്ലാസ്മേറ്റ് ഉണ്ട് എനിക്ക്. It's absolutely crazy about the film. Even after so many years, and I kind of asked him as well, watch it every week. What is it that you see? He's like, I can't get over it, of how great it is, how well it is written, So sir, that's another compliment, because I want to tell you this. Thank you. And he probably doesn't know. And that we are talking. Yeah, that we are talking, and I'm going to tell you this. Hopefully it'll come as well. Your inspiration to write such movies, and why such subjects? ഞാനും ഷാജിയും ആദ്യം ചെയ്ത സിനിമ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടർ പശുപതി. അതൊരു ഹ്യൂമറായിരുന്നു അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം. ബട്ട് ഇറ്റ് വാസ് എ സറ്റൈറിക്കൽ മൂവി ഓൾസോ. അതിനുശേഷം ഞാൻ എഴുതിയത് ആകാശക്കോട്ടിലെ സുൽത്താൻ എന്ന് പറയുന്ന സിനിമയാണ്. ദെൻ ഐ വാസ് ജോബ്ലെസ് ഫോർ അബൌട്ട് ഓൾമോസ്റ്റ് ഇയർ. അത് കഴിഞ്ഞിട്ട് ഷാജി അഗെയിൻ എന്നെ ഒരു പ്രോജക്റ്റ് എഴുതാൻ വേണ്ടി വിളിക്കുന്നു. എനിക്കും ഷാജിക്കും അറിയാം ഞങ്ങൾക്ക് ചെയ്യേണ്ടത് പശുപതി പോലെ ഒരു സിനിമയല്ല. പശുപതി വാസ് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് എ സക്സസ്. ആ കാലത്ത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും സക്സസ്ഫുൾ ടീമെന്ന് വിളിക്കാവുന്ന IV ശശി ദാമോദരൻ മാസ്റ്റർ, ആ ഒരു ജനുസിലുള്ള സിനിമകളാണ് എൻ്റെയും ഷാജിയുടെയും മനസ്സിലുണ്ടായിരുന്നത്. ഞങ്ങളതൊരു സിനിമ ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഞാനും ഷാജിയും തമ്മിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം, ഈ ചെയ്യുന്നത് നമ്മുടെ സിനിമയായിരിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ഒരു മാർക്കുള്ള സിനിമയായിരിക്കണം. ഈ സിനിമ നന്നായില്ല, സക്സസ് ആയില്ല, നമ്മൾ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഈ പണി നിർത്തും. സോ ഇറ്റ് വാസ് എ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഫോർ അസ്. തലസ്ഥാനം എന്ന സിനിമയുടെ ഇൻസ്പിറേഷനും പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ ഒരു പൊളിറ്റിക്കൽ ഒരു അണ്ടർടോണോ ഒക്കെയുള്ള എല്ലാ സിനിമകളുടെയും ഇൻസ്പിറേഷൻ IV ശശി ദാമോദരൻ മാസ്റ്റർ സിനിമകളുടെ ഒരു മാതൃക ഞങ്ങളിലുണ്ടാക്കിയ ഇൻസ്പിറേഷനാണ്. പൊളിറ്റിക്കൽ ഹെവി വെയ്റ്റ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ത്രെറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അവരെ അനുകൂലിക്കുന്ന ആളുകൾ ഒരുപാട്. അന്ന് പിന്നെ ഈ സെൽഫോണൊന്നുമില്ല. ആരെങ്കിലും ലാൻഡ് ഫോണിൽ വിളിച്ചിട്ടാണ്
Sir, can you illustrate one incident? ഞാനും ഷാജി ഒരുമിച്ച് ചെയ്ത എല്ലാ സിനിമകളും തലസ്ഥാനം, പയ്യൻസ്, ഏകലവ്യൻ, അതിനുശേഷം കമ്മീഷണർ, കിങ്, ഈ സിനിമകൾക്കെല്ലാം ഈ ഒരേ തരത്തിൽ ആളുകൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഓഡിയൻസ് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആ സിനിമ ഡിസ്റ്റർബ് ചെയ്ത ആളുകളും അവരുടെ ക്രോണികളും ഞങ്ങളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്കിറങ്ങി നടക്കരുത് എന്ന് വളരെ റിലയബിളായിട്ടുള്ള ഒരു പോലീസ് വൃത്തങ്ങളിൽ നിന്ന് എനിക്കൊരു ഇൻറ്റിമേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് തന്നെയാണ് നടന്നതാക്കാറ്. അന്ന് ഒറ്റയ്ക്ക് നടക്കുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. അത് ആ സിനിമ തരുന്ന ഒരു ബലമാണ്. സാറിൻ്റെ ഡയലോഗ്സ് ലൈക്ക് എസ്സേ ലോങ് ഡയലോഗ്സ്, ഇത് ഒറ്റയടിക്ക് ഇരുന്നത് ഇങ്ങനെ ഒരു ഫുൾ ഇതാണ് സുരേഷ് ഗോപി പറയാൻ പോകുന്നത്. ആ ഫുൾ ഡയലോഗില്ല, ഹൗ ഡിഡ് യു റൈറ്റ് ദോസ്, കം അപ്പ് വിത്ത് ദോസ് റിയലി സ്ട്രോങ് ഡയലോഗ്സ്? ഞാൻ ആദ്യം ഒരു റഫ് സ്ക്രീൻ പ്ലേ എഴുതും. അതിൽ ഈ പറയുന്ന ഡയലോഗ്സിൻ്റെ ഒക്കെ ഒരു ആദി രൂപം ഉണ്ടാവും. പിന്നെ അതിനെ കുറെ കൂടെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് മാറ്റുന്നത് മിക്കവാറും ഷൂട്ട് നടക്കുമ്പോഴാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു 10,000 പേജ് ഉണ്ടാവും. അത് വാരി വലിച്ച് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അതിൽ നിന്ന് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഷാർപ്പൻ ചെയ്തിട്ടാണ് ഈ ഷൂട്ട് ചെയ്യാനുള്ള ഡയലോഗ്സ് എഴുതുക. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു അൺഎൻഡിങ് പരിപാടി തന്നെയാണ്. ഷൂട്ട് തുടങ്ങുന്നത് ഷൂട്ട് ചെയ്യുന്നത് വരെ, അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ കറക്റ്റ് ചെയ്യാം. എൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ മാത്രം എൻ്റെ വൈഭവം കൊണ്ടുണ്ടാകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. കേൾക്കുന്ന ഒരാൾക്ക് ഇങ്ങോട്ടൊരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതിലെന്തോ തകരാറുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ സാർ, എഴുതിയ ഡയലോഗ്സിൽ സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് എനിക്ക് സാറിൻ്റെ തന്നെ കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. ഇസ് ദാറ്റ് പോസിബിൾ? ഞാനത് കാണാതെ പഠിച്ചത് എനിക്ക് തോന്നുന്നത് കിങ്ങിലെ ഒരു പോർഷനുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ.